ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്നവരെ, ദൈവത്തിൻ്റെ പ്രത്യേകമായ ചിന്തകൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും തെളിഞ്ഞു നിൽക്കേണ്ടതാണ്. ഇവിടെ ജെറമിയ എന്ന് പറയുന്ന പ്രവാചകനെ നശിപ്പിക്കുവാൻ വേണ്ടി ജനം പദ്ധതി മെനയുകയാണ്. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 18-ാം അധ്യായം 18 മുതലുള്ള തിരുവചനത്തിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ നമ്മൾ കാണുകയാണ്, അവർ ഇപ്രകാരം പറഞ്ഞു: വരുവിൻ, നമുക്ക് ജെറമിയായ്ക്ക് എതിരെ പദ്ധതികൾ മെനയാം. ഒരു വ്യക്തിയെ തകർക്കുവാൻ വേണ്ടി പദ്ധതികൾ മെനയുന്ന ജനത്തെ നമ്മൾ കാണുകയാണ്. തുടർന്ന് പറയുകയാണ്, എന്തെന്നാൽ പുരോഹിതനിൽ നിന്ന് നിയമവും ജ്ഞാനിയിൽ നിന്ന് ഉപദേശവും പ്രവാചകനിൽ നിന്ന് വചനവും നശിച്ചു പോവുകയില്ല. പുരോഹിതനിൽ എപ്പോഴും നിയമമുണ്ടായിരിക്കും, ജ്ഞാനിയിൽ എപ്പോഴും ഉപദേശമുണ്ടായിരിക്കും, അതുപോലെ തന്നെ പ്രവാചകനിൽ വചനമുണ്ടായിരിക്കും. ഇതൊരിക്കലും നശിച്ചു പോവുകയില്ല. തുടർന്ന് പറയാണ്, വരുവിൻ, നമുക്കവനെ നാവുകൊണ്ട് തകർക്കാം. നമുക്കവനെ നാവുകൊണ്ട് തകർക്കാം. അവൻ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട. ഒരു വ്യക്തിയെ തകർക്കുവാൻ മൂർച്ചയുള്ള ഒരു ആയുധമാണ് നാവ്. സോഷ്യൽ മീഡിയയിലൂടെ അനേക വ്യക്തികളുടെ ജീവൻ പൊലിയുന്നതും, അതുപോലെ തന്നെ അനേകർ സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങി ഒന്നും ചെയ്യാനാവാതെ ഇരിക്കുന്ന വ്യക്തികളും, ഡിപ്രഷൻ ബാധിച്ച് മാനസിക നില തെറ്റുവരും എല്ലാം നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നുണ്ട്. സിനിമാ നടികളും അതുപോലെ തന്നെ രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ഇതൊന്നും അറിയപ്പെടാതെ വ്യക്തിഗതമായി നമ്മുടെ നാട്ടിലും നമ്മുടെ കുടുംബത്തിലുമുള്ള വ്യക്തികളെയും നമ്മൾക്കറിയാം. അവരെല്ലാം തകർന്നു പോയത് നാവിൻ്റെ പ്രഹരത്താലാണ്. എന്നാൽ അവയെ അതിജീവിക്കുവാൻ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. പ്രവാചകൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നെ നശിപ്പിക്കുവാൻ വേണ്ടി കുഴി കുഴിച്ചിരിക്കുന്ന വ്യക്തികൾ അങ്ങനെ കാണുന്നുണ്ടല്ലോ എന്നെല്ലാം പറഞ്ഞ് അദ്ദേഹത്തിന് പ്രാർത്ഥന തുടർന്ന് നമ്മൾ കാണുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ക്രൈസ്തവ ജീവിതത്തിലൂടെ നാം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് വലിയ ഒരു അവകാശം ദൈവം തന്നിട്ടുണ്ട്. നമ്മൾ രാജീയ പുരോഹിത ഗണത്തിലെ ജനമാണ്. നീ രാജാവാണ്, നീ പുരോഹിതനാണ്, അതുപോലെ തന്നെ പ്രവാചകനുമാണ്. മാമോദീസയിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന അധികാരമാണ്. സ്നേഹമുള്ളവരെ, നമ്മളെ തകർക്കുവാൻ നാവിലൂടെ പല വ്യക്തികളും പദ്ധതികൾ രൂപകൽപ്പന ചെയ്യും. ജെറമിയയെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചതുപോലെ യേശുവിൻ്റെ വിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്ന ഏതൊരു വ്യക്തിയെയും തിന്മയുടെ ശക്തികൾ തകർക്കുവാൻ വേണ്ടി ശ്രമിക്കും. എന്നാൽ അവയെ അതിജീവിക്കുവാൻ പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. പലതരത്തിലുള്ള പ്രാർത്ഥനകളുണ്ട്. ചില നെടുവീർപ്പുകൾ ഒരു പ്രാർത്ഥനയായി മാറും, നിലവിളികൾ ഒരു പ്രാർത്ഥനയായി മാറും. ദൈവം എന്നോട് ചെയ്ത കാരുണ്യത്തെക്കുറിച്ച് ഓർത്തിരിക്കുമ്പോൾ അതൊരു വലിയ പ്രാർത്ഥനയായി മാറും. ദൈവം എന്നെ നടത്തിയ വഴികളെക്കുറിച്ച് ചിന്തിച്ചിരിക്കുമ്പോഴും അതൊരു പ്രാർത്ഥനയായി മാറും. കാരണം അതെല്ലാം തിരുവചന ഭാഗങ്ങളോട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹാഗാറിൻ്റെ നിലവിളി അതൊരു വലിയ പ്രാർത്ഥനയായി മാറി. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ തകർച്ചകൾ സംഭവിക്കുമ്പോൾ, നമ്മൾ ഒറ്റപ്പെടുത്തുമ്പോൾ, മാറ്റി നിർത്തുമ്പോൾ ഓർക്കുക, ഇത് എന്നെ കൂടുതൽ ദൈവത്തേക്ക് അടുപ്പിക്കുവാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ്. ദൈവം തകർത്താൽ മാത്രമേ ഞാൻ തകരുകയുള്ളൂ. മറ്റാർക്കും എന്നെ തകർക്കാൻ സാധിക്കുകയില്ല. മനുഷ്യൻ പദ്ധതികൾ മെനയും, എന്നാൽ ദൈവം എൻ്റെ കൂടെ ഉള്ളതിനാൽ ഞാൻ ശക്തി പ്രാപിച്ച് മുന്നേറും. സ്നേഹമുള്ളവരെ, ഈ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ വന്ന് നിറഞ്ഞു നിൽക്കട്ടെ. ദൈവാത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടട്ടെ. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ ഇവിടെ ഉണ്ടായിരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ.